guys, so welcome back to my YouTube channel. സോ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്നോ അതായത് ഈ വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇന്നലെ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ആയി കിടന്നതാണ് ഇന്ന് വേറൊരു വീഡിയോ എടുക്കാനായിട്ട്. പക്ഷേ എന്താണ് അതിൻ്റെ കാര്യങ്ങളൊന്നും റെഡി ആയില്ല. അത് വേറൊരു വീഡിയോ, അത് നാളെ ആകുമ്പോൾ ശരിയാവും. സോ ഞാൻ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച് എനിക്കെന്തോ ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ എന്തോ ഒരു വിഷമം. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. സോ ഇന്ന് പ്രത്യേകിച്ച് ഒരു ഡേ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ എവിടെയും പോകണമെന്നില്ല. കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒരു ഫോട്ടോ കോപ്പി ആവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഇതൊന്നും ഇല്ലാതെ ഞാൻ മാക്സിമം എടുക്കാൻ നോക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട്. മീൻസ് അന്ന് കാണിച്ച ആ ഒരു ഇതൊന്നും ഇല്ലാതെ വേറെ സംഭവങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ആസ് യൂഷ്വൽ രാവിലെ ഇന്ന് എണീറ്റ് ലേറ്റായിപ്പോയി. ഞാൻ മറ്റേ വീഡിയോയ്ക്ക് അതൊക്കെ ഇങ്ങനെ അപ്പം ഞാൻ എണീറ്റതും ലേറ്റായിപ്പോയി. ഇതാ ആസ് യൂഷ്വൽ പഠിക്കാനുള്ള സാധനമൊക്കെ എടുത്ത് വെച്ച് എന്താണ് പഠിക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പരിപാടി. അപ്പോൾ എന്താണ് പഠിക്കാനുള്ളതെന്നൊന്ന് തീരുമാനിച്ച് സെറ്റാക്കിയിട്ട് നമുക്ക് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആയി. അപ്പം പഠിക്കാനുള്ളതൊക്കെ സെറ്റാക്കി. നോട്ട് തന്നെ ഇല്ലായിരുന്നു. അപ്പം എല്ലാം സെറ്റാക്കി വെച്ച് നമുക്ക് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പൂരിയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു. അങ്ങനെ കാർത്തിക് സൂര്യയുടെ വ്ളോഗൊക്കെ കണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരത്തെ ആ കിടപ്പ് കിടന്നിട്ട് പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി. എന്നിട്ട് ഇപ്പോഴാണ് എണീറ്റത്. ഒരു 11:30 അപ്പം അമ്മേനെ ക്ലിനിക്കിലൊന്ന് പിക്ക് ചെയ്യാൻ ഞാൻ വേണം പോകാനായിട്ട്. പിന്നെ അതുപോലൊരു ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാനുണ്ട്. അപ്പോൾ അവിടെയും പോകണം. സോ നമുക്കിനി അങ്ങോട്ട് പോവാം. അമ്മച്ചി ഒരേപോലെ എന്നാണ് ആൾക്കാരൊക്കെ പറയണേ. എല്ലാവരും നോക്കി നോക്ക്. എല്ലാവരും പറയും, എൻ്റെ അടുത്ത് പറയില്ലേ ഞാൻ അമ്മച്ചീനെ പോലെയാണ്. അങ്ങനെ അമ്മേനെ പിക്ക് ചെയ്യാൻ എന്താ ക്ലിനിക്കിലെത്തി. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ത്രെഡ് ചെയ്യാൻ പോകണമായിരുന്നു. അങ്ങനെ ഞാൻ ഇടയ്ക്കല്ല, ഞാൻ എപ്പോഴും ട്രിവാൻഡ്രത്ത് പോകാറുള്ള അവിടെ പോയി. പിന്നെ എന്താണ് എനിക്കൊരു ഡ്രസ്സ് തയ്ക്കാനുണ്ടായിരുന്നു, ഒരു ചുരിദാർ. അപ്പം അതിന് ലൈനിങ് എടുക്കാനും പോകണമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ട് ഷോർട്സിൽ. എന്താണ് നമ്മൾ എപ്പോഴും പോണ കടയിൽ നിന്ന്. അങ്ങനെ അവിടെ നിന്ന് ലൈനിങ് എടുത്ത് പിന്നെ ഇങ്ങനെ റോഡിൽ കൂടെ നടന്ന് പോയപ്പോഴേക്കും 2 പിള്ളേരിങ്ങനെ സിപ്പപ്പ് കഴിച്ചിട്ട് പറഞ്ഞു. സ്കൂൾ പിള്ളേരാണ്. അപ്പോഴേക്കും നമുക്കും ഇങ്ങനെ കൊതിയായി സിപ്പപ്പ് കഴിക്കാനായിട്ട്. അങ്ങനെ അത് അടുത്ത് കണ്ട ഒരു ബേക്കറിയിൽ കയറി ഞാനും അമ്മയും കൂടെ അത് സിപ്പപ്പ് വാങ്ങി. അപ്പോൾ നമ്മൾ വാനില ഫ്ലേവറാണ്, അവിടെ സ്ട്രോബെറിയും വാനില ഉണ്ടായിരുന്നു. നമ്മളിത് ആ വാനില എടുത്ത് അത് കഴിഞ്ഞ് നേരെ ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പോയി. പിന്നെ അമ്മയുടേത് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അതും തയ്ച്ച് കിട്ടി. അപ്പോൾ ഇത് അമ്മയുടെ ഷോയാണ്. അത് കഴിഞ്ഞ് ഇതാ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച്. അപ്പം ഞാൻ കണ്ട വ്ളോഗ്, ഞാൻ കുറച്ച് ഇങ്ങനെ വ്ളോഗ് കാണുന്ന ഒരാളാണ് കേട്ടോ. പിന്നെ ഞാൻ ഓസിയുടെ വ്ളോഗ് കണ്ട്. പിന്നെ ഇതാ ആ സിപ്പപ്പും കഴിച്ച്. പിന്നെ ഞാൻ പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എഴുതി പഠിച്ചാൽ കുറച്ചും കൂടെ എഫക്റ്റീവായിരിക്കും. എഴുതി പഠിച്ചാലെന്നല്ല, എനിക്ക് നോട്ടൊക്കെ ലാപ്പിലാണല്ലോ ഉള്ളത്. അപ്പം അതൊരു ബുക്കിലോട്ട് എഴുതിയിട്ട് അങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ കുറച്ചും കൂടെ എഫക്റ്റീവാണെന്ന് ഞാൻ കണ്ടുപിടിച്ച്. ഇങ്ങനെ ഓരോ സമയം പഠിക്കുമ്പോഴും ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അടുത്തൊരു ചാപ്റ്റർ ഇങ്ങനെ എഴുതി പഠിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഭയങ്കര ഫ്ലോയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 6:30 ആയപ്പോഴേക്കും കുളിച്ച് ഫ്രഷായിട്ട് വന്ന്. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഇവിടെ നിന്ന് ഡിന്നറായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് രാവിലത്തെ പഠിത്തമൊന്നും വിചാരിച്ച പോലെ നടന്നില്ല, ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി ഇത് എഡിറ്റ് ചെയ്തിട്ട് എനിക്കിത് പഠിക്കണം. സോ നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.